എൻ്റെ സഹോദരിയുടേതാണ്. കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഫസ്റ്റ് മന്ത് തന്നെ ബ്ലീഡിങ് ആയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അനിയത്തിക്ക് നല്ല സിവിയർ ബ്ലീഡിങ് ആണ്, അബോർഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം അവൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈറ്റിൽ ക്യാൻ റിക്വസ്റ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബ്ലീഡിങ് സ്റ്റോപ്പായി എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. എൻ്റെ പേര് ശില്പ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ആദ്യമായി ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒമാനിലൊരു ഹോസ്പിറ്റലിലായിരുന്നു. ഞാനൊരു സ്റ്റാഫ് നഴ്സായിരുന്നു. 2022 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ചെറുതിലെ മുതലേ വിശ്വാസിയാണ് ഈശോയിൽ. പക്ഷേ അമ്മയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ 2022 മെയ് മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ ഒരു നിയോഗം വെച്ചത്, എൻ്റെ അമ്മയ്ക്ക് ഒരാൾ 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് അമ്മ അവർക്ക് ഒരു സഹായത്തിന് വേണ്ടി കൊടുത്തതായിരുന്നു, ഒരു ലോൺ അടയ്ക്കാനായിട്ട്. ഏകദേശം 5 വർഷത്തോളമായി ആ ചേച്ചി അമ്മയ്ക്ക് ആ കാശ് തിരിച്ചു കൊടുത്തില്ല. അമ്മയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട്. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഞാനിത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത മാസം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത മാസം തന്നെ, അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഒമാനിലായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു. ഈ ചേച്ചിയുടെ, അതായത് ഞങ്ങൾ കാശ് തരാനുള്ള ചേച്ചിയുടെ പുരയിടം വസ്തു വിൽക്കുകയാണെന്നും അവർ കടങ്ങളെല്ലാം തീർക്കുകയാണെന്നും ഞങ്ങളെ ഒരു ബന്ധു വിളിച്ചു പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ ഒരു സഹോദരിയെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആ ചേച്ചി കുറച്ച് ഹാർഡായിട്ട് ബിഹേവ് ചെയ്തു. കാശ് അമ്മയ്ക്കല്ലേ കൊടുത്തത്, നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരി കാശ് തരുന്ന ഒന്നും കാണുന്നില്ല. അങ്ങനെ അമ്മ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. അമ്മ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. കാശിൻ്റെ കാര്യം തന്നെയാണ് നിയോഗം വെച്ചത്. ആദ്യം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ പോയി ഒരു വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി ഇത് തെളിവെന്തെങ്കിലും ഉണ്ടോ കാശ് കൊടുത്തതിനെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഒരു പഴയ ചെക്കുണ്ട് വീട്ടിലെന്ന് പറഞ്ഞു. അപ്പം വക്കീൽ പറഞ്ഞു, ആ ചെക്കിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ചെക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 മന്താണ്. അപ്പോൾ ഇതിപ്പോൾ 5 ഇയേഴ്സായി. അപ്പം ചെക്ക് നോക്കണമെന്ന് പറഞ്ഞു. അമ്മ വീട്ടിൽ വന്ന് ചെക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഡേറ്റ് എഴുതിയിട്ടില്ല ആ ചേച്ചി. അപ്പോൾ അമ്മയ്ക്കൊരു സമാധാനമായി. അമ്മ ആ ചെക്കുമായി വക്കീലിനെ കാണാൻ പോയി. അപ്പോൾ വക്കീൽ തന്നെ തൊട്ടടുത്തൊരു ഡേറ്റ് എഴുതിയിട്ട് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു, കേസ് ഫയൽ ചെയ്തു. അപ്പോൾ നോട്ടീസൊക്കെ ആ ചേച്ചിക്ക് അയച്ചു കോടതിയിൽ നിന്ന്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊരു വക്കീൽ, ഞങ്ങൾ കേസ് കൊടുത്ത വക്കീലുമായിട്ട് ഫോണിൽ സംസാരിച്ചു, ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മ പോയി. അപ്പോൾ ആദ്യം ചേച്ചി അമ്മയോട് കുറച്ച് ഹാർഷായിട്ട് ബിഹേവ് ചെയ്തു. എനിക്ക് കിട്ടുമ്പോഴേ കാശ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു, എങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ ഈ ചേച്ചിയുടെ വസ്തു വാങ്ങിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ അയാളും അമ്മയോട് കുറച്ച് കയർത്തായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ അയാളൊരു കാര്യം ചെയ്തു. അയാൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ നിന്ന്. ആ നോട്ടീസുമായിട്ട് അയാൾ ബാങ്കിലെ ഒരാളെ കൊണ്ടുപോയി കാണിച്ചു. ബാങ്കിലെ മാനേജറെ കാണിച്ചപ്പോൾ മാനേജർ പറഞ്ഞു, ഈ വസ്തു നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകും, ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വസ്തു വാങ്ങിക്കാൻ നിന്ന ആൾ ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പുരയിടത്തിന്മേൽ കേസുണ്ടല്ലോ, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വസ്തു വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇഷ്യൂ ആയി. അപ്പോൾ പുള്ളിക്കാരി അമ്മയെ വിളിക്കുകയും ഒരു ചർച്ചയ്ക്കായിട്ട് വരണമെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ പോവുകയും വക്കീൽ മുഖാന്തരം പോവുകയും അവസാനം ആ ചേച്ചി അമ്മയ്ക്ക് കാശ് കൊടുക്കാൻ സമ്മതിക്കുകയും അമ്മയുടെ 5 ലക്ഷം രൂപ 5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. അത് കഴിഞ്ഞ ശേഷം എനിക്ക് മുഖത്ത് ഒരു അലർജി വന്നായിരുന്നു. ഏക്നി 3rd സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ മാഡം വേറൊരു സ്കിൻ ഡോക്ടറെ റെഫർ ചെയ്തു. ആ ഡോക്ടറെ കാണിച്ചു. 3 മന്ത് ആൻറ്റിബയോട്ടിക് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓയിൽമെൻറ്റ് തന്നായിരുന്നു. ആക്ച്വലി എനിക്ക് ബോഡി വെയ്റ്റ് കുറവാണ്. അപ്പോൾ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ബോഡി വെയ്റ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പേടിയായിരുന്നു 3 മന്ത് ഈ ആൻറ്റിബയോട്ടിക് കഴിക്കാനായിട്ട്. ഞാൻ മെഡിസിൻ കഴിച്ചില്ല. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഫോട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് മെഡിസിൻ കഴിച്ച് കുറയ്ക്കണം, എനിക്കൊരു പേടിയാണ്, എന്നെ അമ്മ അനുഗ്രഹിക്കണം, അമ്മ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു.
പിന്നെ ഒരു ദിവസം ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു സ്കിന്നിന് അസുഖമുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് എന്നെ തന്നെയാണ് പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ മുഖത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച തൊട്ട് എനിക്കത് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. എൻ്റെ മുഖത്തുനിന്ന് ആ കുരുക്കൾ പൂർണ്ണമായും പോയി. എനിക്ക് രോഗസൗഖ്യം കിട്ടി. ഇപ്പോൾ കുറച്ച് പാടുകളേ ഉള്ളൂ, പക്ഷേ അതും പൂർണ്ണമായും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റിൽ ക്യാനിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ. അതിൽ ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച്, അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ ഒമാനിൽ ജോലിക്ക് തിരികെ വന്നു. കുഞ്ഞ് നാട്ടിലാണ്. അപ്പോൾ ഒരു ദിവസം കുഞ്ഞിന് തീരെ വയ്യ, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഹോളുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, കുഞ്ഞിന് ഭയങ്കര അസുഖങ്ങളാണ് എപ്പോഴും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിലേക്ക് സ്കാനിങ്ങിന് കൊണ്ടുപോകാനിരിക്കുകയാണ് കുഞ്ഞിനെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കാശ് രൂപം ഉണ്ടായിരുന്നു, അത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ അന്ന് രാത്രി മുഴുവൻ ആ കാശ് രൂപം കുഞ്ഞിൻ്റെ ഫോട്ടോയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പിറ്റേ ദിവസം സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല, കുഞ്ഞ് നോർമലായി മിടുക്കിയായിട്ടിരിക്കുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരിയുടേതാണ്. കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഫസ്റ്റ് മന്ത് തന്നെ ബ്ലീഡിങ് ആയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അനിയത്തിക്ക് നല്ല സിവിയർ ബ്ലീഡിങ് ആണ്, അബോർഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അവൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈറ്റിൽ ക്യാനിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബ്ലീഡിങ് സ്റ്റോപ്പായി എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ രാവിലെ 5:30 പ്രെയറിന് മുന്നേ എണീക്കുന്നതായി, എല്ലാ ദിവസവും എണീക്കുന്നതായിരുന്നു. അന്ന് പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. ഞാനങ്ങിപ്പോൾ സ്വപ്നം കാണുവാണ്. ഞാൻ സ്വപ്നം കാണുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു പ്രാർത്ഥിക്കാൻ വരുവാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഈ സൈഡിൽ നിൽക്കുവാണ്. ഈ സൈഡിൽ നിൽക്കുമ്പം അമ്മയുടെ മുഖം നോക്കുമ്പോൾ എന്നെ നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും. എനിക്ക് പണ്ടേ എനിക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, അങ്ങനെ അമ്മയുടെ ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്നൊരു സങ്കടം. അപ്പോൾ ഞാൻ വന്ന് പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ 2 കണ്ണുകൾ നേരെ തിരിഞ്ഞ് എന്നെ നോക്കുവാണ്. എന്നിട്ട് ഈ രൂപത്തിൽ നിന്ന് ഒരു രൂപം ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. നല്ല വെള്ള ഉടുപ്പിട്ട് തലയിൽ കൂടി വെള്ള ഷോൾ ഇട്ടിട്ട് ഒരു രൂപം ഇങ്ങ് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുവാണ്. എന്നിട്ട് കണ്ണുകൾ മാത്രം ചലിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ജീവനുള്ള അമ്മയാണ് ഞാൻ കാണുന്നത്. കണ്ണുകളെന്ന് പറയുന്നത് നല്ല കറുത്ത മുന്തിരി പോലെ ഇരിക്കും. ആ കണ്ണ് ചിമ്മുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയാണത്. മുഖമൊക്കെ എനിക്ക് നല്ലപോലെ കാണാം. നമുക്ക് ബർത്ത് ചൈൽഡ് ഉണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ സ്കിന്നില്ലേ, അതുപോലെ ഒരു തിളക്കമുള്ള മുഖം, അതാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ രൂപം മാറിയിട്ട് ഇവിടെ ഈ സ്ഥലത്തായിട്ട് ഒരു കുഞ്ഞു വാവ, അത് ഉണ്ണി യേശുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോൾ 5:30 മണി കഴിഞ്ഞു, 6 മണി ആവാറായി. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടിയിൽ നറുക്കിടക്കമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ നറുക്കിട്ട് ഒരു ചിട്ടിയും കിട്ടിയിട്ടില്ല. അന്ന് അമ്മ ചിട്ടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് സ്വപ്നം കണ്ടതല്ലേ അമ്മേ, ഇത് നടക്കും, അമ്മയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ ചിട്ടി നറുക്കിലൂടെ തന്നെ കിട്ടുകയും അതിൻ്റെ തൊട്ടടുത്ത മാസം അതേ ചിട്ടി തന്നെ 2 ചിട്ടി ഉണ്ടായിരുന്നു, 2 ചിട്ടി കിട്ടുകയും ഞങ്ങളുടെ പുരയിടത്തിൻ്റെ പ്രമാണം ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ വരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.